വയനാടിനെ നടുക്കിയ കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ഇന്നേക്ക് 1 മാസം. ദുരന്തത്തിന് കാരണം എന്താണെന്ന് സർക്കാരിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വിദഗ്ധ സംഘം അന്വേഷണം നടത്തിപ്പോയെങ്കിലും ഇതുവരെ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടില്ല. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം വയനാടിനെ നടുക്കിയ മറ്റൊരു ദുരന്തമായിരുന്നു കള്ളാടി മണ്ണിടിച്ചിൽ. 8 പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഒരു വീടും നമസ്കാര പള്ളിയും ദുരന്തത്തിൽ പൂർണ്ണമായും തകർന്നു. ദുരന്തത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനും ബാക്കി കൂട്ടിയിട്ട മണ്ണ് മാറ്റിയിടുന്നത് സംബന്ധിച്ചും സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നാണ് മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയ സംഘത്തലവൻ കോഴിക്കോട് NIT പ്രൊഫസർ സന്തോഷ് ജി തമ്പി പറഞ്ഞത്. എന്നാൽ റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. അന്തിമഘട്ടത്തിലാണ് എന്നാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താൻ സർക്കാർ നിയോഗിച്ച ജിയോളജിസ്റ്റ് CP രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘവും സർക്കാരിന് ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. 1 മാസമാണ് ഇവർക്ക് നൽകിയ സമയം. അതുകൊണ്ട് തന്നെ 1 മാസം പിന്നിടുമ്പോഴും ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താൻ സർക്കാരിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. മീഡിയ 1 വയനാട്.